Welcome to MHM News, where truth meets faith, your window to the world through an Islamic lens. ഏവർക്കും MHM ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഇഷാൻ അസ്ലം. പ്രധാന വാർത്തകൾ. MHM സ്റ്റുഡന്റ് പാർലമെന്റ് ഇലക്ഷൻ നടന്നു. രണ്ട് ഗ്രൂപ്പുകളിൽ നിന്നായി 8 പേർ മത്സര രംഗത്തുണ്ടായിരുന്നു. അനിഷ്ട സംഭവങ്ങളില്ലാതെ തിരഞ്ഞെടുപ്പ് വളരെ സമാധാനമായിരുന്നു എന്ന് ഞങ്ങളുടെ ലേഖകൻ ഉവൈസ് അറിയിച്ചു. വാർത്തകൾ വിശദമായി. വിദ്യാർത്ഥികളിൽ ജനാധിപത്യ ബോധവും രാജ്യത്തെ തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെയും പരിചയപ്പെടുത്തുന്നതിനായി ചന്ദ്രാപ്പിന്നി ഈസ്റ്റ് മനാറുൽ ഹുദ മദ്രസയിൽ സ്റ്റുഡന്റ് പാർലമെന്റ് ഇലക്ഷൻ നടന്നു. 2025 ഏപ്രിൽ 30 നടന്ന ഇലക്ഷനിൽ വിദ്യാർത്ഥികളിലെ 2 ഗ്രൂപ്പുകളിൽ നിന്ന് 8 പേർ മത്സര രംഗത്തുണ്ടായിരുന്നു. ചീഫ് PS റഫീഖ് ഉസ്താദ്, TK സുലൈമാൻ, മുഹമ്മദ് റാഷിദ് സഖാഫി എന്നിവർ അംഗങ്ങളായി ഇലക്ഷൻ കമ്മീഷനാണ് തിരഞ്ഞെടുപ്പ് നടപടികൾക്ക് നേതൃത്വം നൽകിയത്. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം പത്രികകൾ സ്വീകരിച്ചത് മുതൽ പ്രചാരണം ശക്തമായി നടന്നു. മദ്രസ പരിസരവും ഒരു ഇലക്ഷൻ ചൂടിലേക്ക് മാറി. ഏപ്രിൽ 30 രാവിലെ 8 മണി മുതൽ പോളിംഗ് ആരംഭിച്ചതായി പോളിംഗ് ഓഫീസർമാരായ ജാബർ സഖാഫി, സയ്യിദ് ഫാദൽ എന്നിവർ അറിയിച്ചു. ചന്ദ്രാപ്പിന്നി ഈസ്റ്റ് MHM ഹയർ സെക്കൻഡറി മദ്രസയുടെ ആദ്യ ജനാധിപത്യ ഇലക്ഷന്റെ തത്സമയ കാഴ്ചകളിലേക്ക് സ്വാഗതം. മദ്രസയിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥി ആഷിഫ് PS സ്വന്തമായി നിർമ്മിച്ച വോട്ടിംഗ് മെഷീനും ബാലറ്റ് പേപ്പറും കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. വോട്ടിംഗ് മെഷീൻ നിർമ്മിച്ച ആസിഫിനോടൊപ്പമാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ആസിഫ്, താങ്കൾ ഇതിനു മുന്നേ ഏതെങ്കിലും സ്ഥാപനങ്ങളിലേക്ക് നിർമ്മിച്ച് കൊടുത്തിട്ടുണ്ടോ വോട്ടിംഗ് മെഷീൻ? 2 വർഷം കഴിഞ്ഞ് ഗ്ലോബൽ പബ്ലിക് സ്കൂളിലേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടുത്തെ മാഷ് വന്നിട്ടാണ് ഉണ്ടാക്കിയത്, റഫീഖ് ഉസ്താദ്. പിന്നെ PMMUPയിലും വോട്ടെടുപ്പ് നടന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും മദ്രസയിലേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് വോട്ടെടുപ്പ്. ഇലക്ഷനെ കുറിച്ച് പ്രമുഖരുമായി ഞങ്ങളുടെ മീഡിയ ടീം അംഗങ്ങളായ മുഹമ്മദ് സായിദും ഉവൈസും അവരുടെ പ്രതികരണങ്ങൾ അറിയിക്കുന്നു. ചന്ദ്രാപ്പിന്നി ഈസ്റ്റ് MHM കമ്മിറ്റി പ്രസിഡന്റായിട്ടുള്ള PA ഖാലിദ് ഹാജി നമ്മോടൊപ്പം ചേരുന്നു. വ്യക്തിപര രീതിയിലുള്ള ഇപ്പോൾ നമ്മൾ തെരഞ്ഞെടുക്കുന്നത് ഇത്തരം പുതിയ പുതിയ ആശയങ്ങളും അതുപോലെ തന്നെ എല്ലാ നവീകരണ പ്രവർത്തനങ്ങളും നമ്മുടെ മദ്രസയിൽ ആദ്യമായാണ് ഇങ്ങനെ ഒരു വോട്ടിംഗ് സിസ്റ്റം ആരംഭിക്കുന്നത്. ഇതിന് മുമ്പൊന്നും നമ്മളുടെ വിദ്യാർത്ഥികളുടെ ലീഡർ സെലക്ഷന് വേണ്ടി ചെയ്തിട്ടില്ല. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾക്കായി ചെയ്യാൻ കമ്മിറ്റി ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ പുതിയ കുട്ടികൾക്ക് കളിക്കാനുള്ള കോർട്ടുകളും മറ്റ് സംവിധാനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. ഇനിയും നല്ല നല്ല പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളോടൊപ്പം നിന്ന് തന്നെ അവർക്ക് അനുകൂലമായി അവരെന്ത് കാര്യം സാധിക്കണമെങ്കിലും കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അത് അറിയിക്കുകയാണെങ്കിൽ കമ്മിറ്റി പരിപൂർണ്ണ പിന്തുണ അവർക്കുണ്ടാകും എന്നുള്ള MHM കമ്മിറ്റി അംഗവും നമ്മളുടെ MHM മദ്രസയുടെ മാനേജറുമായിട്ടുള്ള ശംസുഖാൻ നമ്മോടൊപ്പം ചേരുന്നു. ഇതൊക്കെ എങ്ങനെയാണ് ഈ ഇലക്ഷൻ നോക്കിക്കാണുന്നത്? ജനാധിപത്യ രീതിയിൽ മദ്രസ കുട്ടികൾക്ക് ഇലക്ഷൻ എന്നുള്ളത് അറിയിച്ചു കൊടുക്കുകയും ഒരു ലീഡറെ തെരഞ്ഞെടുക്കുകയുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. MHM കമ്മിറ്റിയുടെ നടത്തുന്ന ഈ ഇലക്ഷനെ കുറിച്ച് പറയാൻ നമ്മളുടെ MHM കമ്മിറ്റിയുടെ ഫിനാൻസ് സെക്രട്ടറിയായ ഇലക്ഷൻ നല്ല രീതിയിൽ നടക്കട്ടെ. പിന്നെ നല്ലതാണ് വരും തലമുറയ്ക്ക് ഈ ഇലക്ഷനെ പറ്റി കാര്യങ്ങൾ അറിയാനും വേണ്ടിയാണ് ഈ മദ്രസയിൽ ഇലക്ഷൻ വെച്ചുള്ളത്. പിന്നെ ബാലറ്റ് പേപ്പറും അതുപോലെ തന്നെ ഈ മെഷീൻ വെച്ചാണ് നമ്മൾ ഈ ഇലക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു കാര്യം നടക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ഭാവിയിലേക്ക് അറിയാനുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ഇലക്ഷൻ വെച്ചിട്ടുള്ളത്. വളരെ നല്ല അഭിപ്രായമാണ്. കാരണം നമ്മുടെ കുട്ടികൾ ജനാധിപത്യ എന്താണെന്ന് മനസ്സിലാക്കാനും അവർക്ക് വളരെ നല്ല അഭിപ്രായമുണ്ട്. ചന്ദ്രാപ്പിന്നി മനാറുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസ ഇലക്ഷനിൽ ഇൻസ്ട്രുമെന്റ് ബോക്സ് എന്ന ചിഹ്നത്തിൽ മത്സരിക്കുന്ന മിസ്റ്റർ അമറുദ്ദുള്ള നമ്മോടൊപ്പം ചേരുന്നു. അമറുദ്ദുള്ള, നമ്മളുടെ ചന്ദ്രാപ്പിന്നി MHM മദ്രസയിൽ ഇൻസ്ട്രുമെന്റ് ബോക്സ് അക്കൗണ്ട് തുറക്കും. ശുഭപ്രതീക്ഷ 100% വിജയം, അതിൽ കുറഞ്ഞൊന്നുമില്ല. നമ്മുടെ കൂടെ ഉള്ളത്
പരിസരങ്ങളൊക്കെ വൃത്തിയാക്കി തുടങ്ങിയിരിക്കുകയാണ്. പിന്നെ ലൈബ്രറി നമ്മൾ വിപുലീകരിക്കുന്നതാണ്. പിന്നെ കൂടുതൽ വിപുലീകരണങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. ഇതിനോടുകൂടി ഇലക്ഷൻ പൂർത്തീകരിച്ചു. 160 വോട്ടർമാരിൽ 123 പേർ വോട്ട് രേഖപ്പെടുത്തിയതായി പ്രിസൈഡിംഗ് ഓഫീസർ ദാവൂദ് അലി മുസ്ലിയാർ അറിയിച്ചു. മദ്രസ ഇലക്ഷന്റെ പ്രിസൈഡിംഗ് ഓഫീസർ നമ്മോടൊപ്പം ചേർന്നു. എങ്ങനെയായിരുന്നു ഒരുപാട് വർഷങ്ങൾ മദ്രസ നടത്തുകയും ഇതിനിടയിൽ ഇങ്ങനെ ഒരു ഇലക്ഷൻ എന്ന് പറയുന്ന സംഗതി ആദ്യമായി നമ്മൾ തുടക്കം കുറിക്കുക. എല്ലാവരും നല്ല രൂപത്തിൽ തന്നെയാണ് വോട്ടർമാരും മറ്റേ കമ്മിറ്റി ഭാരവാഹികളും സ്ഥാനാർത്ഥികളും വളരെ ഒരുവിധം ഉത്തമറ്റ രീതിയിൽ തന്നെയാണ് നമുക്ക് ഈ ഇലക്ഷൻ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ ചിട്ടയോടുകൂടിയുള്ള ഓരോ പ്രവർത്തനങ്ങളും ഭാവിയിൽ നമുക്കത് ഉപകാരം ചെയ്യുന്ന രൂപത്തിലാണ് സ്റ്റുഡന്റ് കാലത്തിന്റെയും മീഡിയകളുടെയും സാന്നിധ്യത്തിൽ തിരഞ്ഞെടുപ്പ് തീർത്തും സമാധാനമായി തീർന്നു. ഇപ്പോൾ കിട്ടിയ വാർത്ത വോട്ടെടുപ്പ് പൂർത്തിയായി. മനാർഹുദ ഹയർ സെക്കൻഡറി മദ്രസയുടെ ഇലക്ഷൻ അവസാനിക്കുകയാണ്. വോട്ടിംഗ് മെഷീനും ബാലറ്റ് പേപ്പറും അടങ്ങിയ ബോക്സും ഇലക്ഷൻ ഉദ്യോഗസ്ഥരുടെയും സ്റ്റുഡന്റ് കാഡറ്റിന്റെയും നേതൃത്വത്തിൽ സ്ട്രോങ് റൂമിലേക്ക് മാറ്റുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഇ മെഷീനും ബാലറ്റ് പേപ്പറും സീൽ ചെയ്ത് സ്ട്രോങ് റൂമിലേക്ക് മാറ്റുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ റിസൾട്ട് മെയ് 5 പ്രസിദ്ധീകരിക്കും. ഇലക്ഷൻ അവസാനിച്ചിരിക്കുകയാണ്. പേപ്പറുടെ ഇലക്ഷൻ സാമഗ്രികളെല്ലാം സ്റ്റോറുകളിലേക്ക് തിങ്കളാഴ്ചയാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. അതുവരെ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കും. വോട്ടെണ്ണൽ ആരംഭിച്ചു. മനാർഹുദ മദ്രസയിൽ സ്റ്റുഡന്റ് പാർലമെന്റിലേക്ക് നടന്ന വോട്ടെണ്ണൽ ആരംഭിച്ചു. രാവിലെ കൃത്യം 8 മണിക്ക് നടന്ന MHM ഓഫീസ് പരിസരത്താണ് വോട്ടെണ്ണൽ നടക്കുന്നത്. ആദ്യം ബാലറ്റ് വോട്ടുകളാണ് എണ്ണിയത്. അറിഞ്ഞത് പ്രകാരം 5 റൗണ്ടുകളിലായാണ് കൗണ്ടിംഗ് നടക്കുന്നത്. കേന്ദ്രത്തിന് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സാദ് തത്സമയം ചേരുന്നു. നടന്നിരിക്കുന്നത്. മെയ് 5 സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യത്തിൽ മികച്ച കമ്മിറ്റി ഭാരവാഹികളും മദ്രസ ഉസ്താദുമാരുമാണ് വോട്ടെണ്ണൽ നടത്തിയിരിക്കുന്നത്. മനാർഹുദ ഹയർ സെക്കൻഡറി മദ്രസയുടെ പാർലമെന്റ് ഇലക്ഷൻ്റെ വോട്ടെണ്ണൽ നടന്നുകൊണ്ടിരിക്കുന്നു. 3 റൗണ്ടുകൾക്ക് ശേഷം വോട്ടുകളുടെ നില: അമാന PJ 12 വോട്ടുകൾ, അതുപോലെ തന്നെ ഐസത്ത് നജ്മ 12 വോട്ടുകളുമായി ഒപ്പം നിൽക്കുന്നു. അതുപോലെ തന്നെ ഹന ഫാത്തിമ CS 23 വോട്ടുകളുമായി മുന്നേറുമ്പോൾ സുമയ്യ VI 28 വോട്ടുകളുമായി ഭൂരിപക്ഷത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അട്ടിമറികൾ സാധ്യമാണ്, കാത്തിരുന്നതാണ്. വിജയികളെ റിപ്പോർട്ടിംഗ് ഓഫീസർ PA ഖാലിദ് സാഹിബ് പ്രഖ്യാപിക്കുന്നു. അതുപോലെ തന്നെ ആയിഷത്ത് നജ്മ 19 വോട്ട് കിട്ടി.
സന ഫാത്തിമ 42 വോട്ടോടുകൂടി നിയമിച്ചു. സുമയ്യ വിയെ 44 വോട്ടാണ് സുമയ്യക്കുന്നത്. സുമയ്യ വിയെ ഹയർ സെക്കൻഡറി മദ്രസയുടെ പെൺകുട്ടികളുടെ വിഭാഗത്തിലുള്ള വോട്ടെണ്ണം അവസാനിക്കുമ്പോൾ പോയിന്റ് നില അമാന വിജയ് 18 വോട്ടുകളും ആയിഷത്തിന് ജമ 19 വോട്ടുകളിലും 2 വോട്ടുകൾ നേടിയ സന ഫാത്തിമ CS-നെ 2 വോട്ടുകളിൽ പിന്നിലാക്കി സുമയ്യവയായി 44 വോട്ടുകൾ നേടിക്കൊണ്ട് മണാൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസ പാർലമെന്റ് ഇലക്ഷൻ 2025-26 മദ്രസ ഗേൾസ് വിഭാഗത്തിലെ ലീഡറായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അമർ അബ്ദുള്ള 39 വോട്ടുകളോടെ രണ്ടാം സ്ഥാനത്തെത്തി. ഇഷാൻ PS 21, അംജദ് KZ 8 വോട്ടുകളും നേടി. അൽഹുദ ഹയർ സെക്കൻഡറി മദ്രസ ബോയ്സ് വിഭാഗത്തിന്റെ വോട്ടെണ്ണിൽ അവസാനത്തെ വോട്ടുനില അംജദ് KZ 8 മാർക്കിൽ തുടരുമ്പോൾ ഇഷാൻ PS 21 വോട്ടിൽ നിൽക്കുന്നു. അമർഅബ്ദുള്ള 39 വോട്ടിൽ രണ്ടാം സ്ഥാനത്ത് തുടരുമ്പോൾ മുഹമ്മദ് സിനാൻ ടിയെ 55 വോട്ടുകൾ നേടി ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നു. അൽഹുദ ഹയർ സെക്കൻഡറി മദ്രസ ബോയ്സ് വിഭാഗത്തിൽ ലീഡറായി മുഹമ്മദ് സിനാൻ ടിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. വിജയികൾക്ക് അഭിനന്ദനം. വിജയികളെ മദ്രസ ഹാളിൽ വെച്ച് ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു. മനാൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസയുടെ പാർലമെന്റ് ഇലക്ഷനും വോട്ടെണ്ണലും ഇവിടെ അവസാനിക്കുകയാണ്. നല്ല രീതിക്ക് ഇവിടെ ഇലക്ഷൻ നടന്നു എന്ന് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ നിന്നും സുമയ്യ വിയെയും അതുപോലെ തന്നെ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ നിന്നും സിനാൻ ടിയെയും പമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി മദ്രസ ലീഡറായി പ്രഖ്യാപിക്കപ്പെട്ടു. നമ്മൾ MHM കമ്മിറ്റി പ്രസിഡന്റ് മിസ്റ്റർ ഖാലിദ് ഹാജിയാണ് പ്രഖ്യാപനം നടത്തിയത്. 123 വോട്ടുകൾ നടന്നതിൽ ഒന്നുപോലും അസാധുവാവാതെ നല്ല രീതിക്ക് നടന്നുവെന്ന് ഉസ്താദുമാരും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മിറ്റിയും അറിയിച്ചു. സ്ത്രീകൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ക്യാമറമാൻ അമറിനോടൊപ്പം MHM മീഡിയ ചിന്തറ. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.